ഹായ് ഓൾ, വെൽക്കം ടു ക്യൂബിറ്റ് SSC ആൻഡ് RRB യൂട്യൂബ് ചാനൽ. ഏതൊരു എക്സാമിനും കെമിസ്ട്രിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളിലൊന്നാണ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ലൂസനിൽ ഡീകോഡ് ചെയ്തെടുത്ത നോട്ടും ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നോക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് സയൻറ്റിസ്റ്റുകളും അതേപോലെ ക്ലാസിഫിക്കേഷൻസുമാണ്. അപ്പോൾ ഇതിൽ ലാവോസിയർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ചോദിച്ചത് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലാവോസിയർ ചെയ്തത് എന്താണ്? മെറ്റലും നോൺ മെറ്റലും ആയിട്ട് എന്താണ് കാറ്റഗറൈസ് ചെയ്തു. മെറ്റലും നോൺ മെറ്റലും ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. നെക്സ്റ്റ് രണ്ടാമത് നോക്കേണ്ടത് സയൻറ്റിസ്റ്റാണ് ഡൊബറൈനർ. അപ്പോൾ ഈ ഡൊബറൈനർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 3 വരെ ഗ്രൂപ്പിനെ കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ ഈ 3 ഗ്രൂപ്പിനും സിമിലർ പ്രോപ്പർട്ടീസ് എന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 1 മുതൽ 3 ഗ്രൂപ്പ് വരെ കാറ്റഗറൈസ് ചെയ്തു. ഈ 3 ഗ്രൂപ്പിന് എന്താണ് സിമിലർ പ്രോപ്പർട്ടീസ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ 3 എന്ന് പറഞ്ഞാൽ ട്രൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ട്രയാഡ്സ്. അപ്പോൾ ഡൊബറൈനറിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രയാഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡ്. അപ്പോൾ ഈ ന്യൂലാൻഡ് ചെയ്ത ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 8 വരെ എലമെൻറ്റ്സിനെ നേരെ ഫുള്ളും കാറ്റഗറൈസ് ചെയ്തു. ഈ ഫസ്റ്റ് എലമെൻറ്റും അതേപോലെ 8th എലമെൻറ്റും, ഫസ്റ്റ് എലമെൻറ്റും നെക്സ്റ്റ് 8th എലമെൻറ്റും സിമിലർ പ്രോപ്പർട്ടീസ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആറ്റോമിക് മാസിൻ്റെ ഓർഡറിലാണ് എന്താക്കിയത്? കാറ്റഗറൈസ് ചെയ്തത്. അപ്പോൾ 8 എലമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തറിയപ്പെടുന്നു? ഒക്ട് എന്നറിയപ്പെടുന്നു. 8 എലമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒക്ട് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ന്യൂലാൻഡിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നതാണ് ലോ ഓഫ് ഒക്ടേവ്സ്. എന്താണ്? ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ലാവോസിയർ എന്താണ് മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് കാറ്റഗറൈസ് ചെയ്തു അല്ലേ. ഇയർ പഠിച്ചു വെക്കണം. ഏതാണ്? 1789 കാറ്റഗറൈസ് ചെയ്തത്. നെക്സ്റ്റ് ഡൊബറൈനർ ആണ് എന്ത്? ട്രയാഡ്സ് അല്ലേ. ഏത് ഇയറിലാണ്? 1829. നെക്സ്റ്റ് ന്യൂലാൻഡിൽ പഠിച്ചു വെക്കുന്നുണ്ട് എന്താണ്? ലോ ഓഫ് ഒക്ടേവ്സ് ആണ് അല്ലേ. ലോ ഓഫ് ഒക്ടേവ്സ് ഏത് ഇയറിലാണ്? 1865. ഓക്കെ, നെക്സ്റ്റ് മെയിനായിട്ട് നോക്കേണ്ടത് ലോതർ മെയർ ആണ്. അപ്പോൾ ഈ ലോതർ മെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റോമിക് വോളിയത്തിൻ്റെ കേവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് എലമെൻറ്റിനെ കാറ്റഗറൈസ് ചെയ്തത്. ആറ്റോമിക് വോളിയത്തിൻ്റെ കേവിൻ്റെ അടിസ്ഥാനത്തിലാണ് എലമെൻറ്റിനെ കാറ്റഗറൈസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇയർ പഠിച്ചു വെക്കണം. ഏതാണ്? 1869 എന്താണ് എലമെൻറ്റിനെ കാറ്റഗറൈസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മെൻഡലീവ് പോസ്റ്റേറ്റ് ചെയ്തതാണ് ഏത്? പീരിയോഡിക് ലോ. അപ്പോൾ ഈ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര് കാറ്റഗറൈസ് ചെയ്തത്? മെൻഡലീവ് എലമെൻറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്തത്. ആയതുകൊണ്ട് തന്നെ ഈ പീരിയോഡിക് ലോ 1869. ഓക്കെ, പീരിയോഡിക് ലോ ഏത് ഇയറിലാണ്? 1869. ഈ മെൻഡലീവ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നതും ആരാണ്? മെൻഡലീവാണ്. ഓക്കെ, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ആരാണ്? മെൻഡലീവാണ്. ഓക്കെ, നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് വരുന്നതാണ് ആര്? ഹെൻറി മോസ്ലി. ഈ ഹെൻറി മോസ്ലി ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെൻസിനെ കാറ്റഗറൈസ് ചെയ്തത്. ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? മോഡേൺ പീരിയോഡിക് ലോ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സയൻറ്റിസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? In which year did Dmitri Mendeleev and Lothar Meyer individually come up with their own periodic law and propose that on arranging elements in the increasing order of their atomic weight, similarities appear in physical and chemical properties at regular intervals. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വലുതാണ്, ചോദിച്ചത് എന്താണ്? ഇയർ മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് ഇയറിലാണ് മെൻഡലീവ്? 1869. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Who arranged the elements with chemically similar properties such as lithium, sodium, potassium and showed that the properties of the middle element could be predicted from the properties of other two. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും നമ്മൾ എലമെൻറ്റ്സ് നോക്കിയാൽ മതി. ടോട്ടൽ 3 എലമെൻ്റ് ആണ് തന്നത്. ഈ 3 എലമെൻറ്റിന് സിമിലർ പ്രോപ്പർട്ടീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 എലമെൻറ്റ് സിമിലർ പ്രോപ്പർട്ടീസ്, 3 എലമെൻറ്റ്സ് സിമിലർ പ്രോപ്പർട്ടീസ് ഏതായിരുന്നു? ഡൊബറൈനർ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഡൊബറൈനർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വലുതാണെങ്കിലും ആൻസർ എന്താകണം? നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പീരിയോഡിക് ടേബിളിൽ എന്താണ് ഗ്രൂപ്പ്, എന്താണ് പീരീഡ് എന്നുള്ളത് പറയാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ വെർട്ടിക്കൽ കോളംസ് ആണ് അറിയപ്പെടുന്നത് എന്ത്? ഗ്രൂപ്പ്. ഓക്കെ, ദ വെർട്ടിക്കൽ കോളംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾസ് ആർ നോൺ ആസ് ഗ്രൂപ്പ്. നെക്സ്റ്റ് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റോസ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? പീരിയഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട്
ചോദിച്ച് റെയിൽവേയിലും SSC CGL-ലും CHSL-ലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐഡന്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ റോസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അല്ലേ, ഹൊറിസോണ്ടൽ റോസ് അറിയപ്പെടുന്ന പേരെന്താ? ഹൊറിസോണ്ടൽ റോസ് അറിയപ്പെടുന്ന പേരെന്താണ്? പീരിയഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് മെൻ്റലീവ് പീരിയോഡിക് ടേബിളിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു പീരിയഡ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. എന്താണ് പീരിയഡ്? ഹൊറിസോണ്ടൽ റോസ് ആണ് അറിയപ്പെടുന്ന പീരിയഡ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? വെർട്ടിക്കൽ കോളംസ് അല്ലേ. വെർട്ടിക്കൽ കോളംസ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗ്രൂപ്പ്. അപ്പോൾ ടോട്ടൽ എത്ര പീരീഡ് ഉണ്ട്? ഇതാ ടോട്ടൽ എത്ര പീരീഡ് ഉണ്ട്? ടോട്ടൽ 7 പീരീഡ് ആണ് ഇതിലുള്ളത്. 7 പീരീഡ് ആണ് ഇതിലുള്ളത് മെൻ്റലീവ് പീരിയോഡിക് ടേബിളുള്ളത്. നെക്സ്റ്റ് ഗ്രൂപ്പ്, ടോട്ടൽ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 9 ഗ്രൂപ്പാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൽ തന്നെ കുറേ ഡിഫക്റ്റുകളും ഉണ്ട്. അപ്പോൾ ഈ ഡിഫക്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജന് എക്സാക്റ്റ് പൊസിഷൻ കൊടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു ഡിഫക്റ്റ്. ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഹൈഡ്രജൻ ഒരു പൊസിഷൻ ഉണ്ട്, ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊരു എന്താണ്? ഡിഫക്റ്റാണ് ആരെ? മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം, ഇൻ ദ പീരിയോഡിക് ടേബിൾ ദർ ഈസ് നോ പ്ലേസ് ഫോർ ദ ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ്. ഓക്കെ, ഐസോടോപ്സ് ഒന്നും എന്താണ്? പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും എന്താണ്? ഒരു ഡിഫക്റ്റാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു കാര്യം, ഇൻ ദ പീരിയോഡിക് ടേബിൾ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് കുഡ് നോട്ട് ബി മെയിൻറ്റെയിൻ. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ, ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, അതും എന്താണ്? ഒരു ഡിഫക്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൻ്റെ ഡിഫക്റ്റുകൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഈക്ക അലുമിനിയം ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് ഏത്? ഗാലിയം. ഗാലിയം എന്ന പേരിലും, നെക്സ്റ്റ് ഈക്ക ബോറോൺ അറിയപ്പെടുന്ന പേര് സ്കാൻഡിയം എന്നും, ഈക്ക സിലിക്കൺ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജർമേനിയം. ഓക്കെ, അപ്പോൾ ഈ 3 എലമെൻറ്റ്സ് ആണ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അക്കോർഡിംഗ് ടു മെൻ്റലീവ് പീരിയോഡിക് ടേബിൾ വിച്ച് അൺനോൺ എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് 3 ഹാഡ് ആൻ ആറ്റോമിക് മാസ് ഓഫ് 68 that was later replaced by gallium. ഓക്കെ, അപ്പോൾ ഗാലിയം അറിയപ്പെടുന്ന പേരെന്താ? ഈക്ക അലൂമിനിയം. അപ്പോൾ ഇത് RRBയിലെ എക്സാമിലും CGL എക്സാമിലും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിൾ പറയാം. ഹെൻറി മോസ്ലിൻ്റെ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ പീരിയഡ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ റോസ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? പീരിയഡ്. വെർട്ടിക്കൽ കോളമാണ് എന്തറിയപ്പെടുന്നത്? ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര പീരീഡ് ഉണ്ട്? ടോട്ടൽ 7 പീരീഡ് ആണ് അല്ലേ. 1 2 3 4 ടോട്ടൽ എത്ര പീരീഡ് വരുന്നുണ്ട്? 7 പീരീഡ് ആണ്. പീരീഡ് എത്രയാണ്? 7 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലോ ടോട്ടൽ ഗ്രൂപ്പ് ആണെങ്കിൽ വെർട്ടിക്കൽ കോളംസ് ആണ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗ്രൂപ്പ്. അപ്പോൾ ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ടോട്ടൽ എത്ര ഗ്രൂപ്പ്സ് ഉള്ളത്? 18th ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ടോട്ടൽ 118 എലമെൻറ്റ്സ് ആണ് എന്തിലുള്ളത്? മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. എത്ര എലമെൻറ്റ്സ് ആണ്? 118 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ 118th എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത്? ഓർഗാനസോൺ. ഓക്കെ, ഇതൊരു PYQ തന്നെയാണ്. ഏതാണ്? ഓർഗാനസോൺ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സിമ്പലും നിങ്ങൾ പഠിച്ചിരിക്കണം, എന്തായാലും പഠിച്ചിരിക്കണം. OG ആണ് എന്താ ഇതിൻ്റെ സിമ്പല്. നെക്സ്റ്റ് ആറ്റോമിക് നമ്പർ എത്രയാണ്? 118 ആണ്. ഓക്കെ, ആറ്റോമിക് നമ്പർ എത്രയാണ്? 118. അപ്പോൾ ഇത് ഏത് ഇയറിലാണ്? ഓർഗാനസോൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്. അപ്പോൾ ഇത് ഏത് ഇയറിലാണ്? 2002ലാണ് എന്താണ് കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കി വെക്കുക. ഇനി ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ തന്നെ വീണ്ടും ബ്ലോക്കുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ഏതൊക്കെയാണ്? S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ S ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പും അതേപോലെ ഈ സെക്കൻഡ് ഗ്രൂപ്പും ഇത് രണ്ടും വരുന്നതാണ് ഏത്? S ബ്ലോക്ക് വരുന്നത്. ഏതാ? ഇത് രണ്ടുമാണ് ഏത്? S ബ്ലോക്ക്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. നെക്സ്റ്റ് 3rd മുതൽ 12th വരെ ഈ ഒരു ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് D ബ്ലോക്ക്. ഏതാണ്? D ബ്ലോക്ക്. അപ്പോൾ P ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13th മുതൽ ടോട്ടൽ 18th വരെ. ഓക്കെ, 13th മുതൽ ടോട്ടൽ എത്ര വരെയാണ്? 18th വരെ. ഇതാണ് ഏത് ബ്ലോക്ക്? P ബ്ലോക്ക്. ഓക്കെ, ഏതാണ്? P ബ്ലോക്ക്. അപ്പോൾ S ബ്ലോക്ക് ഫസ്റ്റ് സെക്കൻഡും ഗ്രൂപ്പാണ്. P ബ്ലോക്ക് ഏതൊക്കെയാണ്? P ബ്ലോക്ക് 13 to 18th ഗ്രൂപ്പാണ്. നെക്സ്റ്റ് D ബ്ലോക്ക് ആണെങ്കിലോ 3rd to എത്ര വരെയാണ്? 12th വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് F ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ 6th
അതേപോലെ തന്നെ 6th നെക്സ്റ്റ് 7th പീരീഡ്, 6th 7th പീരീഡ്, ഇതാണ് എന്തറിയപ്പെടുന്നത്? എഫ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഫുള്ളും അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആൽക്കലി മെറ്റൽസ്. ഏതാണ്? ആൽക്കലി മെറ്റൽസ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് ഫുള്ളും അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നെക്സ്റ്റ് ഈ തേർഡ് മുതൽ ടോട്ടൽ 12th വരെ അല്ലേ? തേർഡ് മുതൽ ടോട്ടൽ 12th വരെ, അപ്പോൾ ഇതറിയപ്പെടുന്ന പേരാണെന്ത്? ട്രാൻസിഷൻ മെറ്റൽസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ 18th ഗ്രൂപ്പ് ഇത് ഫുള്ളും അറിയപ്പെടുന്ന പേരാണ് ഏത്? നോബിൾ ഗ്യാസ്. ഏതാണ്? നോബിൾ ഗ്യാസ്. ഓക്കെ, ഏതാണ്? നോബിൾ ഗ്യാസ്. നെക്സ്റ്റ് 17th ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഹാലജൻസ്. ഏതാണ്? ഹാലജൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഏത് ഗ്രൂപ്പാണ്? 16th ഗ്രൂപ്പാണ്. 18, 17, 16 അല്ലേ? ഈ 16th ഗ്രൂപ്പിന് ഓക്സിജൻ ആണല്ലോ, അപ്പോൾ ഇതിന് ഓക്സിജൻ ഫാമിലി എന്നും പറയാം. ഇത് ഫുള്ളും എന്താണ്? ഓക്സിജൻ ഫാമിലിയാണ്. അടുത്തത് ഇത് ഫുള്ളും എന്താണ്? നൈട്രജൻ ഫാമിലിയാണ്. ഇത് ഫുള്ളും ഏതാണ്? കാർബൺ ഫാമിലിയാണ്. ഇത് ഫുള്ളും ഏതാണ്? ബോറോൺ ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഫാമിലിക്ക് മറ്റൊരു പേരുണ്ട്. ആ ഒരു പേരാണ് ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ചാൽക്കോജൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ ഇതിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ടോട്ടൽ എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. ഗ്രൂപ്പ് ആണെങ്കിലോ ടോട്ടൽ 18 ഗ്രൂപ്പാണുള്ളത്. ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 118 എലമെൻറ്റ്സ് ആണ്. ഈ 118th എലമെൻറ്റ് ഏതാണ്? ഓർഗാനസോൺ അല്ലേ? ഏതാണ്? ഓർഗാനസോൺ. അപ്പോൾ ഓർഗാനസോണിൻ്റെ സിമ്പലാണ് ഏത്? OG. ടോട്ടൽ ആറ്റോമിക് നമ്പർ എത്രയാണ്? 118 ആണ്. ഏത് ഇയറിലാണ്? 2002ലാണ്. ഓക്കെ, അപ്പോൾ 4 ബ്ലോക്കുകളാണ്. ഏതൊക്കെയാണ്? SPDF. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് ഒരു ടേബിളായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താക്കാം? ഈ ഒരു ഏരിയാസ് വേഗം കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്ലോക്കുകൾ പറയാം. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ആദ്യം എസ് ബ്ലോക്ക് നമ്മൾ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പുമാണ്. നെക്സ്റ്റ് ഇത് ഫുള്ളും ഏതാണ്? ആൽക്കലി മെറ്റൽസ് ആണ് അല്ലേ? ഏതാണ്? ആൽക്കലി മെറ്റൽസ് ആണ്. ഇനി ഈ എസ് ബ്ലോക്കിൽ വരുന്നതൊക്കെ എന്ത് മെറ്റലാണ്? സോഫ്റ്റ് മെറ്റലാണ്. എന്ത് മെറ്റലാണ്? സോഫ്റ്റ് മെറ്റലാണ്. ഇനി ഈ എസ് ബ്ലോക്ക് ഫുള്ളും ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ്? എസ് ബ്ലോക്ക് ഫുള്ളും ഏതാണ്? ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇനി എസ് ബ്ലോക്കിൽ തന്നെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പാണ് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എസ് ബ്ലോക്കിൽ നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു. അപ്പോൾ എസ് ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടീസാണ്. ടോട്ടൽ എത്ര ഉണ്ട്? 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 5 പ്രോപ്പർട്ടീസ് നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പി ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ്. പി ബ്ലോക്ക് വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? ഏതാണ്? 13 to 18th ഗ്രൂപ്പാണ്. നെക്സ്റ്റ് എസും പി ബ്ലോക്കും അറിയപ്പെടുന്ന പേരാണ് എന്ത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്. എസ് ബ്ലോക്കും പി ബ്ലോക്കും അറിയപ്പെടുന്ന പേരാണ് എന്ത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി ഈ പി ബ്ലോക്കിൽ വരുന്നത് എല്ലാ അധിക എലമെൻറ്റും എന്താണ്? നോൺ മെറ്റലാണ് അല്ലേ? മോസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ആർ നോൺ മെറ്റൽ. നെക്സ്റ്റ് ഇതെല്ലാം എന്താണ്? ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇനി ഈ പി ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ആയതുകൊണ്ട് തന്നെ ഇതെന്താ പേരിൽ അറിയപ്പെടുന്നു? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പി ബ്ലോക്ക് ഫുള്ളും എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഡി ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എത്ര മുതലാണ്? 3rd to 12th നമ്മൾ പറഞ്ഞു അല്ലേ? 3rd to 12th വരെയാണ് ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. ഇനി ഈ ഡി ബ്ലോക്ക് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ട്രാൻസിഷൻ മെറ്റൽസ്. ഇനി ഡി ബ്ലോക്കിൽ മിക്ക എലമെൻസും ഏതാണ്? മെറ്റൽസ് ആണ്. നെക്സ്റ്റ് ഇതിനെല്ലാം ഈ ഡി ബ്ലോക്കിൽ വരുന്ന എലമെൻസിലൊക്കെ എന്താണ്? ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന് പറയാം. ഇനി ഈ ഡി ബ്ലോക്കിൽ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് ആണ് ഏത്? എഫ് ബ്ലോക്ക്. അപ്പോൾ ഈ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th പീരീഡും 7th പീരീഡും വരുന്നതാണ് നമ്മൾ പറഞ്ഞു അല്ലേ? 6th പീരീഡും 7th പീരീഡും വരുന്നതാണ്. ഇനി ഈ എഫ് ബ്ലോക്ക് ഫുള്ളും എങ്ങനെയുള്ള എലമെൻസ് ആണ്? റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. എങ്ങനെയുള്ള എലമെൻസ് ആണ്? റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. ഇതിൽ തന്നെ വരുന്നതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻസ്.
ഓക്കെ, ഇന്ന ട്രാൻസിഷൻ എലമെൻസും വരുന്നത് ഏതിലാണ്? എഫ് ബ്ലോക്കിലാണ്. നെക്സ്റ്റ് ഈ എഫ് ബ്ലോക്ക് മിക്ക എലമെൻസും ഏതാണ്? കോംപ്ലക്സ് ആൻഡ് ഹെവി മെറ്റൽസ് ആണ്. ഏതാണ്? കോംപ്ലക്സ് ആൻഡ് ഹെവി മെറ്റൽസ് ആണ്. നെക്സ്റ്റ് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇനി മോസ്റ്റ് ഓഫ് എഫ് ബ്ലോക്ക് ഷോസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എല്ലാം എന്താണ്? ഏറ്റവും കൂടുതൽ കാണിക്കുന്നതൊക്കെ ഏതാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പോയിന്റ് എക്സ്ട്രാ നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ എസ് ബ്ലോക്ക് മുതൽ എഫ് ബ്ലോക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണല്ലോ. ലെഫ്റ്റ് നിന്ന് നേരെ എവിടേക്കാണ്? റൈറ്റിലേക്കാണ് അല്ലേ? അപ്പം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഈ ഇലക്ട്രോ പോസിറ്റീവ് നേരെ എന്താണ്? കുറഞ്ഞു വരാം അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കൊരു പോയിന്റ് പഠിക്കാം. ഇൻ പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? ലെഫ്റ്റ് നിന്ന് നേരെ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് എന്താണ്? കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്താണ്? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ തന്നെ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ പറഞ്ഞു അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താ? ആൽക്കലി. ഫസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ഏത്? ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലോ ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലേ? സെക്കൻഡ് ഗ്രൂപ്പ് ഏതാണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽ. നെക്സ്റ്റ് 3rd to 12 അല്ലേ? 3rd to 12th വരെ ഏതാണ്? ട്രാൻസിഷൻ എലമെൻസ് ആണ്. 13th to 18th ആണെങ്കിൽ ഏതാണ്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് ആണ്. നെക്സ്റ്റ് 18th ഗ്രൂപ്പ് ആണെങ്കിലോ നോബിൾ ഗ്യാസ് ആണ്. 17th ഗ്രൂപ്പ് ഹാലജൻസ്. 16th ഗ്രൂപ്പ് ചാൽക്കോജൻസിന് മറ്റൊരു പേരാണ് ഇത് ഓക്സിജൻ ഫാമിലി. നെക്സ്റ്റ് 15th ഗ്രൂപ്പ് ആണെങ്കിലോ നൈട്രജൻ ഫാമിലി. 14th ഗ്രൂപ്പ് ആണെങ്കിലോ കാർബൺ ഫാമിലി. 13th ഗ്രൂപ്പ് ആണെങ്കിലോ ബോറോൺ ഫാമിലി. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രൂപ്പിൻ്റെ പേരുകളൊക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് SSCയിലും RRBയിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദ എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് 3 to 12 ആർ കോൾഡ് ഡാഷ്. എലമെൻറ്റ്സ് ഓർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏതാണ്? ഡി ബ്ലോക്ക് ആണല്ലോ അല്ലേ? ഡി ബ്ലോക്ക് ആണ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ MTSലും RRBയിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോബിൾ ഗ്യാസ് ബിലോങ്സ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അപ്പോൾ നോബിൾ ഗ്യാസ് വരുന്ന ഏതിലാണ്? നോബിൾ ഗ്യാസ് വരുന്ന ഏതിലാണ്? ടോട്ടൽ ഏതാ? ഗ്രൂപ്പ് ഏതാണ്? 18th ആണ് അല്ലേ? ടോട്ടൽ ഏതാണ്? 18th ആണ്. ഓക്കെ, നെക്സ്റ്റ് പീരിയഡ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പീരിയഡ് നോക്കുകയാണെങ്കിൽ 6th പീരീഡ് അറിയപ്പെടുന്ന പേരാണെന്ത്? ലാന്തനോയിഡ്. അപ്പോൾ ഈ ലാന്തനോയിഡ് എന്ന് പേര് വരാൻ കാരണം ലന്താനം എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ആണ്. ഏതാണ്? ലന്താനം എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ആണ്. നെക്സ്റ്റ് 7th പീരീഡ് അറിയപ്പെടുന്ന പേരാണെന്ത്? ആക്ടിനോയിഡ് അല്ലേ? ഏതാണ്? ആക്ടിനോയിഡ്. അപ്പോൾ ഇവിടെ ആക്ടീനിയം എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് പേര് വരാൻ കാരണം? 7th പീരീഡിന് ഈ ഒരു പേര് വരാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ഈ 6th പീരീഡ് ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇത് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് 6th പീരീഡിൽ? 32 എലമെൻറ്റ്സ് ആണുള്ളത്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? ബിഗിനിങ് വിത്ത് സീഷ്യം അല്ലേ? എൻഡിങ് ചെയ്യുന്ന എവിടുന്നാണ്? റെഡോൺ ആണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ സീഷ്യം മുതൽ എവിടെ വരെ ഉണ്ട്? റെഡോൺ വരെയാണുള്ളത്. അപ്പോൾ ഇതാണ് ഏത്? 6th പീരീഡ്. ഇവിടെ പ്ലേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നേരെ എവിടേക്ക് പ്ലേസ് ചെയ്തത്? തൊട്ട താഴേക്ക് ഈ പീരിയോഡിക് ടേബിളിൽ പ്ലേസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് 7th പീരീഡ്. ഈ 7th പീരീഡ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആക്ടിനോയിഡ് അല്ലേ? ഏതാണ്? ആക്ടിനോയിഡ്. അപ്പോൾ ഈ 7th പീരീഡിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 32 എലമെൻറ്റ്സ് തന്നെയാണുള്ളത്. അപ്പോൾ രണ്ടും അങ്ങനെ തന്നെ പഠിക്കാം. ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ആണ്? 32 എലമെൻറ്റ്സ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഫ്രാൻസിയം തുടങ്ങി അല്ലേ? ബിഗിനിങ് എവിടെയാണ്? ഫ്രാൻസിയം തൊട്ട് ലാസ്റ്റ് എവിടെ വരെ ഉണ്ട്? ഓർഗാനസോൺ വരെയാണുള്ളത്. അപ്പോൾ ഫ്രാൻസിയം തൊട്ട് എവിടെ വരെയാണുള്ളത്? നേരെ ഓർഗാനസോൺ വരെ അല്ലേ? ഓർഗാനസോൺ ആണ് ഏറ്റവും ലാസ്റ്റത്തെ എലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ദ എലമെൻറ്റ്സ് ഇൻ ദ സീരീസ് ആർ കെമിക്കലി സിമിലർ ടു ആക്ടീനിയം. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഒക്കെ ഈ സീരീസിലുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്താണ്? ആക്ടീനിയം ആയതുകൊണ്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പേര് എന്ത് വരാൻ കാരണം? ആക്ടിനോയിഡ് എന്ന് പേര് വരാനുള്ള കാരണം. ഓക്കെ, ഇനി ഈ പീരീഡിൽ ഈ 6th 7th ഈ 7th പീരീഡിൽ മിക്ക എലമെൻറ്റ്സും ഏതാണ്? റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ പീരീഡിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലമെൻറ്റ്സും ആ എലമെൻറ്റ്സ് റിലേറ്റഡ് ആയുള്ള സയൻറ്റിസ്റ്റുകളെ പേരുകളാണ് ഇതിനെ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ചോദിച്ച ഏരിയാസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ്
അല്ലേ, മേരി ക്യൂറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേര് കൊടുത്തതാണ് ഏത്, ക്യൂറി എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ സിമ്പലും പഠിച്ചു വെക്കുക. എന്താണ്, CM ആണ് എന്ത് സിമ്പല്. അതിൻ്റെ ആറ്റോമിക് നമ്പർ ആണ് എത്ര, 96. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അടുത്തൊരു സയൻറ്റിസ്റ്റാണ് എല്ലാവർക്കും ഫെമിലിയർ ഏതാണ്, ഐൻസ്റ്റീനിയം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിൽ വന്ന ഒരു എലമെൻ്റ് തന്നെയാണ് ഏത്, ഐൻസ്റ്റീനിയം. സിമ്പൽ എന്താണ്, ES ആണ് അല്ലേ, സിമ്പൽ ES. ആറ്റോമിക് നമ്പർ എത്രയാണ്, 99 ആണ്. ആറ്റോമിക് നമ്പർ 99. നെക്സ്റ്റ് ഫെർമിയം അല്ലേ, എർണിക്കോ ഫെർമി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ വന്നതാണ് എന്ത്, ഫെർമിയം എന്ന് പറഞ്ഞ എലമെൻറ്റ്. അപ്പോൾ ഫെർമിയത്തിൻ്റെ സിമ്പലാണ് എന്ത്, FM. ആറ്റോമിക് നമ്പർ എത്രയാണ്, 100 ആണ്. ഓക്കെ, നെക്സ്റ്റ് മെൻഡലീവിയം. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് മെൻഡലീവിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 101 ആണ് അല്ലേ. സിമ്പൽ എത്രയാ, സിമ്പലാണ് എന്ത്, MD. നെക്സ്റ്റ് നൊബീലിയം. ആൽഫ്രഡ് നോബലിൻ്റെ പേര് വന്ന ഒരു എലമെൻ്റ് ആണ് ഇത്, നൊബീലിയം. സിമ്പലാണ് എന്ത്, NO. ഓക്കെ, ഇതിൻ്റെ ആറ്റോമിക് നമ്പർ ആണ് എത്ര, 102. നെക്സ്റ്റ് ആണ് ലോറൻസിയം. സിമ്പൽ LR, ആറ്റോമിക് നമ്പർ 103. ഏർണസ്റ്റ് ലോറൻസിൻ്റെ പേരിൽ വന്ന ഒരു എലമെൻ്റ് തന്നെയാണ് ലോറൻസിയം. നെക്സ്റ്റ് പേരിൽ തന്നെ ഉണ്ട് റുദർഫോർഡിയം അല്ലേ, ഏർണസ്റ്റ് റുദർഫോർഡിൻ്റെ പേരിൽ വന്നതാണ്. RF എന്നാണ് എന്ത്, സിമ്പൽ. നെക്സ്റ്റ് ആറ്റോമിക് നമ്പർ എത്രയാണ്, 104. നെക്സ്റ്റ് സീബോർജിൻ്റെ പേരിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ന സിമ്പൽ എന്താണ്, SG. അപ്പോൾ ഈ സിമ്പലൊക്കെ പെട്ടെന്ന് കിട്ടും, ജസ്റ്റ് ഈ പേരുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ആറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. നെക്സ്റ്റ് എത്രയാണ്, 106 ആണ്. അടുത്തതാണ് ഏത്, ബോറിയം. ആറ്റോമിക് നമ്പർ 107 ആണ്. BH ആണ് എന്ത്, സിമ്പൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആരാണ്, നീൽസ് ബോർ ആണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ റോഞ്ചിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111 ആണ് അല്ലേ. RG ആണ് സിമ്പൽ. നെക്സ്റ്റ് അറിയാം, വില്യം റോഞ്ചിൻ്റെ പേരിൽ വന്നതാണ് എന്ത്, റോഞ്ചിയം. നെക്സ്റ്റ് കോപ്പർനീഷ്യം അറിയാം, നിക്കോളാസ് കോപ്പർനിക്കസിൻ്റെ പേരിൽ വന്നതാണ് എന്ത്, കോപ്പർനീഷ്യം. നെക്സ്റ്റ് സിമ്പലാണ് എന്ത്, CN അല്ലേ. ആറ്റോമിക് നമ്പർ ആണ് എന്ത്, 112 ആണ്. നെക്സ്റ്റ് ഫ്ലിറോവിയം. ജോർജ് ഫ്ലിറോവ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ FL എന്നാണ് സിമ്പൽ കിട്ടും, എല്ലാവർക്കും കിട്ടും. ആറ്റോമിക് നമ്പർ പഠിച്ചു വെക്കുക, എത്രയാണ്, 114 ആണ്. നെക്സ്റ്റ് ലിവർമോറിയം. LV ആണ് എന്ത്, സിമ്പൽ LV ആണ്. റോബർട്ട് ലിവർമോറിൻ്റെ പേരിൽ വന്നതാണ് ഒരു എലമെൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 116. അടുത്താണ് ഒഗനസോൺ. നമ്മൾ പറഞ്ഞു അല്ലേ, ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആണ് ഒഗനസോൺ. സിമ്പൽ എന്താണ്, OG ആണ്. ആറ്റോമിക് നമ്പർ എന്താണ്, ആറ്റോമിക് നമ്പർ 118 ആണ്. യൂറി ഒഗനേസിയൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേര് വന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഒഗനസോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, CGL CHSL ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഇൻ 1955 വിച്ച് സിന്തറ്റിക് എലമെൻറ്റ് ഈസ് പ്രൊവിഷണലി നെയിംഡ് മെൻഡലീവിയം ഇൻ ഹോണം മെൻഡലീവിൻ്റെ പേരിൽ വന്നത് ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്, എലമെൻറ്റ് 111 ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ആറ്റോമിക് നമ്പർ 1 മുതൽ 10 വരെ നമുക്ക് പഠിക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ പഠിക്കണമെങ്കിൽ നിങ്ങളൊരു കോഡ് യൂസ് ചെയ്തിട്ട് എന്താക്കിയാൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ കോഡ് ഇതാണ്, ഹായ് ഹലോ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. കോഡ് എന്താണ്, ഹായ് ഹലോ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എലമെൻ്റ് ഏതാണ്, ഹീലിയം. നെക്സ്റ്റ് Li ആണ് ഏത്, ലിഥിയം. ഓക്കെ, നെക്സ്റ്റ് BE ആണ് ഏത്, ബെർലിയം. ഏതാണ്, ബെർലിയം. നെക്സ്റ്റ് അടുത്തതാണ് ഏത്, ബോറോൺ. നെക്സ്റ്റ് കാർബൺ. അടുത്തതാണ് ഏത്, നൈട്രജൻ. ന്യൂസിൽ എന്താണ്, നൈട്രജൻ. അടുത്തത് ഓക്സിജൻ. ഫ്ലൂറിൻ. ഏതാണ്, ഫ്ലൂറിൻ. നൈറ്റിൻ്റെ ആണെങ്കിലോ നിയോൺ. ഓക്കെ, അപ്പോൾ നമ്മളെ കോഡ് എന്താണ്, ഹായ് ഹലോ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. 10 എലമെൻ്റ് ഒറ്റയടിക്ക് പഠിച്ചു കഴിയും. ഓക്കെ, നെക്സ്റ്റ് ആറ്റോമിക് നമ്പർ 10 to 20 വരെ നമുക്ക് നോക്കാം. ടോട്ടൽ 10 അല്ല, 11 to 20. ഓക്കെ, 11 to 20 വരെ നോക്കാം. കോഡ് ഇതാണ്, സൊമാലിയ സിൽക്കിൽ PS ക്ലാരാക്കെ ക്യൂട്ടാണ്. എന്താണ്, സൊമാലിയ സിൽക്കിൽ PS ക്ലാരാക്കെ ക്യൂട്ടാണ്.
ഓക്കെ. അപ്പോൾ എസ് ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ആണ് അല്ലേ. സോഡിയത്തിൻ്റെ സിമ്പലാണ് ഏത്? നാട്രിയം. നാട്രിയം എന്ന് പറയുന്ന എലമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്ത് പേരിലാണ്? Na എന്ന് പറയുന്നതാണ് സിമ്പൽ വരുന്നത്. അപ്പോൾ എസ് ഒ ഏതാണ്? സോഡിയം. അടുത്തത് Ma ഉണ്ട്. Ma മഗ്നീഷ്യം. Ma എന്താണ്? മഗ്നീഷ്യം. Al അലൂമിനിയമാണ്, അലൂമിനിയം അല്ലേ. അടുത്തത് Si എന്താണ്? സിലിക്കൺ ആണ്. Si ഏതാണ്? സിലിക്കൺ. Si സിലിക്കൺ. നെക്സ്റ്റ് P ഫോസ്ഫറസ് ആണ്. P എന്താണ്? ഫോസ്ഫറസ്. നെക്സ്റ്റ് എസ് ആണ് എന്ത്? സൾഫർ. എസ് സൾഫർ ആണ്. Cl ക്ലാരേൻ്റെ Cl ക്ലോറിൻ. Ar ഇവിടെ ഒന്നും കൂടി ഉണ്ട്. ആർഗൺ. Ar എന്താണ്? ആർഗൺ. K പൊട്ടാസ്യം ആണ്. K ഏതാണ്? പൊട്ടാസ്യം. അടുത്തത് ക്യൂട്ടിന് എന്ത് കൊടുക്കുക? കാൽഷ്യം. ഓക്കെ, എന്താണ്? കാൽഷ്യം. അപ്പോൾ 11 to 20 വരെ നമുക്ക് ഈ ഒരു കോഡിലൂടെ നമ്മൾ പഠിക്കാം. അപ്പോൾ എന്താണ് കോഡ്? എന്താണ്? സൊമാലിയ സിൽക്കിൽ PS ക്ലാരാക്കെ ക്യൂട്ടാണ് അല്ലേ. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. അങ്ങനെ ടോട്ടൽ 1 to 20 വരെ നമുക്ക് എന്താണ് ഈ ഒരു കോഡിലൂടെ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു എക്സാം, ഈ ഒരു ഏരിയ ചോദിക്കുന്നത് MTS CHSL ആറ്റോമിക് നമ്പേഴ്സ് ചോദിക്കും. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ഒരു ഏരിയ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ആറ്റോമിക് നമ്പർ 21 to 30 വരെ എന്താക്കണം ഒന്നുകൂടി നോക്കാം. അപ്പോൾ കോഡ് ഇതാണ്. സെൻഡ് ടൈ വേസ് ക്രിസ്റ്റൽ മാംഗോ ഫെച്ച് ദ കോബ്ര നൈറ്റ് ബൈ കറന്റ് സെൻഡിയ. എന്താണ് കോഡ്? സെൻഡ് ടൈ വേസ് ക്രിസ്റ്റൽ മാംഗോ ഫെച്ച് ദ കോബ്ര നൈറ്റ് ബൈ കറന്റ് സെൻഡിയ. ഓക്കെ. അപ്പം SC അല്ലേ. SC എന്താണ്? സ്കാൻഡിയം. സിമ്പൽ പഠിച്ചു വെക്കുക, SC. നെക്സ്റ്റ് ടൈറ്റാനിയം അല്ലേ. സിമ്പൽ പഠിച്ചു വെക്കുക, എന്താ? Ti. നെക്സ്റ്റ് VA വനേഡിയം അല്ലേ. VA ഏതാണ്? വനേഡിയം. സിമ്പൽ എന്താണ്? V ആണ്. നെക്സ്റ്റ് Cr ഉണ്ട് അല്ലേ. ക്രിസ്റ്റലിൻ്റെ Cr ഏതാ? ക്രോമിയം. നെക്സ്റ്റ് Ma ഏതാണ്? മാംഗനീസ് ആണ് അല്ലേ. Ma ഏതാണ്? മാംഗനീസ്. നെക്സ്റ്റ് അയേൺ ആണ് ഏത്? Fe ആണ് ഏത്? അയേൺ. എല്ലാത്തിൻ്റെ സിമ്പൽ പഠിച്ചു വെക്കണം. RRB എക്സാമിനും CHSL എക്സാമിനും ഒക്കെ എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നെക്സ്റ്റ് കോബ്രയുടെ CO അല്ലേ. CO ഏതാണ്? കൊബാൾട്ട്. നെക്സ്റ്റ് Ni എന്താണ്? നിക്കലാണ് അല്ലേ. എന്താണ്? നിക്കൽ. അടുത്തത് കോപ്പറിന് എന്താണ്? Cu. കറണ്ടിൻ്റെ Cu കോപ്പർ. നെക്സ്റ്റ് സെൻഡിയൻ്റെ സെഡ് ഏതാണ്? സിങ്ക്. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ 1 to 30 വരെ എലമെൻസിൻ്റെ ആറ്റോമിക് നമ്പറിൻ്റെ ഒരു ഓർഡർ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്നാൽ RRBൻ്റെ എക്സാമിലും CHSL MTS പോലുള്ള എക്സാമുകളും എന്താണ് ഈസി ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ നമുക്ക് കുറച്ചുകൂടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം.